മായിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ നമ്മളെല്ലാം വായിച്ചതാണ്. എന്നെ ശുദ്ധീകരിക്കണം പ്രവാചകരെ എന്ന് നബി സമക്ഷം കേണപേക്ഷിക്കുന്ന അദ്ദേഹത്തെ പെട്ടെന്നൊന്നും നാം മറന്നുപോകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അദ്ദേഹത്തോട് തിരിച്ചുപോയി അള്ളാഹുവിനോട് പാപമോചനം തേടാനും പശ്ചാത്തപിച്ച് മടങ്ങാനും ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം തിരിച്ചുപോയെങ്കിലും സ്വസ്ഥമായി വീട്ടിലിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അബദ്ധത്തിലാണെങ്കിലും ചെയ്തു പോയ പാപത്തിൻ്റെ ഓർമ്മകൾ തികട്ടി വന്നുകൊണ്ടിരുന്നു. ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത അവസ്ഥയായി. കുറ്റപ്പെടുത്തുന്ന മനസ്സുമായി വീണ്ടും പ്രവാചക സന്നിധിയിലെത്തി അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എന്നെ ശുദ്ധീകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിച്ച് തിരിച്ചയക്കുകയാണ് ചെയ്തത്. വീണ്ടും അദ്ദേഹം അസ്വസ്ഥനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നുകൊണ്ടേയിരുന്നു. നാലാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്ത് വിഷയത്തിലാണ് ഞാൻ താങ്കളെ ശുദ്ധീകരിക്കേണ്ടത്? വ്യഭിചരിച്ചതാണ് താൻ ചെയ്ത കുറ്റമെന്ന് മായിസ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചുറ്റുമുള്ളവരോടായി ചോദിച്ചു, മായിസിന് ഭ്രാന്തുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും മായിസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, താങ്കൾ വ്യഭിചരിച്ചിട്ടുണ്ടോ? അദ്ദേഹം അതേ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷ നടപ്പിലാക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. എന്താണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്? മായിസ് റളിയല്ലാഹു അൻഹുവിന് വേണമെങ്കിൽ ഈ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു. ഓരോ തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി അയക്കുമ്പോഴും അദ്ദേഹം തിരിച്ചു വന്നത് വ്യഭിചാരത്തിനുള്ള ശിക്ഷ എറിഞ്ഞു കൊല്ലലാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. അത്രമാത്രം അള്ളാഹുവിനെ സൂക്ഷിച്ച് തെക്കുവയുള്ളവരായി ജീവിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. ഈ തെക്കുവയാണ് നോമ്പിലൂടെ നമുക്ക് നേടിയെടുക്കുവാനുള്ളത്. നോമ്പ് നിർബന്ധമാക്കിയത് തന്നെ നമ്മൾ തെക്കുവയുള്ളവരായി മാറുവാൻ വേണ്ടിയാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടിയത്രേ അത്. തഖ്വ എന്നത് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക എന്നതിലപ്പുറം സൂക്ഷ്മതയും പ്രതീക്ഷയുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ആ സൂക്ഷ്മതയും പ്രതീക്ഷയുമാണ് മായിസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരെ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അതിനുള്ള ശിക്ഷ സ്വീകരിക്കുവാൻ പ്രാപ്തരാക്കിയത്. ഇവിടെ വേദനകൾ അനുഭവിച്ചാലും അപമാനിതനായാലും പരലോകത്ത് ഉന്നതമായ സ്വർഗം ലഭിക്കുമെന്ന പ്രതീക്ഷ. അള്ളാഹുവിലുള്ള ഈ പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നതുകൊണ്ട് ഭൗതികമായി സുഖം നൽകുന്നത് എന്താണോ നമുക്ക് നഷ്ടമാകുന്നത്, അതിനേക്കാൾ ആനന്ദദായകമായത് പരലോകത്ത് ശാശ്വതമായ ജീവിതത്തിൽ അള്ളാഹു നൽകുമെന്ന പ്രതീക്ഷയിൽ നാം ജീവിക്കാൻ ആരംഭിച്ചാൽ നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കും. ഈ റമദാനിൽ കൂടുതൽ തഖ്വയുള്ളവരായി മാറുകയും റമദാനിന് ശേഷം അത് നിലനിർത്തുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.